ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? പിള്ളേർക്ക് സ്കൂളിൽ കൊണ്ടുപോകാനും ജോലിക്ക് പോണവർക്കും ബാച്ചിലേഴ്സിനും എല്ലാവർക്കും സിമ്പിളായിട്ട് ഈസി ആയിട്ട് റെഡിയാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ ഇന്നത്തെ സ്പെഷ്യൽ. 1/4 കപ്പ് പരിപ്പെടുത്ത് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്നതാണ്. നിങ്ങൾ എത്രയാണോ കറി ഉണ്ടാക്കണത് അതനുസരിച്ച് പരിപ്പ് എടുത്തോളൂ. ഇതിലേക്ക് നമുക്ക് ഓരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ആഡ് ചെയ്യാം. പകുതി സവോള, 10 ചെറിയുള്ളി, ചെറിയുള്ളിക്ക് പകരം ഒരു സവോള എക്സ്ട്രാ ചേർത്താലും മതി കേട്ടോ. കുറച്ച് വേപ്പില, ഒരു വലിയ തക്കാളി, 4 വെളുത്തുള്ളി, 7-8 പച്ചമുളക്. എരിവിന് നമ്മൾ മുളക് പൊടിയൊന്നും ചേർക്കില്ല, പച്ചമുളക് മാത്രമേ ഉള്ളൂ. ഒരു മാങ്ങ, പുളി അനുസരിച്ച് മാങ്ങ എടുത്തോളൂ. മാങ്ങയ്ക്ക് പകരം ഇതിൽ പുളി ചേർക്കരുത് കേട്ടോ, പച്ച മാങ്ങ തന്നെ ചേർക്കണം, എന്നാലേ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കായപ്പൊടി, കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, 1 ടീസ്പൂൺ വെളിച്ചെണ്ണ. പരിപ്പ് വേവാനുള്ള വെള്ളം ചേർക്കാം. അടച്ചു വെച്ച് 5 വിസിൽ വിട്ടെടുക്കാം. പരിപ്പ് 5 വിസിൽ വിട്ടിട്ട് എല്ലാം നല്ലോണം നമുക്ക് ഉടച്ചു കൊടുക്കാം. ഞാൻ ഇതിലൊരു സ്പൂൺ ഇട്ടുണ്ടായി, അതെടുത്ത് മാറ്റാം. നമ്മൾ എന്ത് സാധനം വേവിക്കുമ്പോഴും ഒരു സ്പൂൺ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അടപ്പിലൊന്നും തെറിച്ച് ആകെ വൃത്തികേടൊന്നും ആവില്ല കേട്ടോ, ക്ലീൻ ആയിട്ട് ഉണ്ടാവും. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കാം. കറിക്ക് ഇത്ര ചാറ് മതിയിട്ട. ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാച്ചിലേഴ്സിനും ജോലിക്ക് പോണവർക്കും സ്കൂളിൽ പോണ കുട്ടികൾക്ക് കൊണ്ടുപോകാനുള്ള കറിയാണ്. ഒരുപാട് ചാറായി കഴിഞ്ഞാൽ ഒലിച്ചു പോവും ബോക്സിന്. ഇതുപോലെ കട്ടിയിൽ തന്നെ നമുക്ക് എടുക്കണം. ഇനി നമുക്ക് കറി വറുത്തിടാം. നമുക്ക് ഇതിൽ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. പാനിലേക്ക് വെളിച്ചെണ്ണ ചേർക്കാം. 1/2 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, കുറച്ച് വേപ്പില, 2 ചുവന്ന മുളക്, കുറച്ച് വെളുത്തുള്ളി ചതച്ചത്, 1/2 ടീസ്പൂൺ കായപ്പൊടി. എല്ലാം മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് കറി ഇതിലേക്ക് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം കൂടി മിക്സ് ചെയ്ത് ഫ്ലെയിം ഓഫ് ആക്കാം. അത്രേ ഉള്ളൂ, സിമ്പിളായിട്ട് 10 മിനിറ്റ് പോലും വേണ്ട റെഡിയാക്കി എടുക്കാനായിട്ട്. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയ റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. See you, bye.